എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനങ്ങൾ വെച്ച് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. 1/4 കപ്പ് റവ എടുത്തിട്ട് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. റവ കുതിരാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. വെള്ളം ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യുക. റവ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. റവ കുതിർത്തി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുതിർത്തി വെച്ച ആ വെള്ളത്തോട് കൂടിയാണ് കേട്ടോ ഇടണേ. 1/4 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് തന്നെ ചിരകിയ നാളികേരം എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ചോറ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ജാറ് കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്യും. ഈ മാവ് പുളിക്കാനല്ല കേട്ടോ, പൊന്താനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പൊന്താന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ മാവ് പൊന്തി വരില്ല, ആ ഒരു പാകമാണ് പറഞ്ഞത്. അതുപോലെ ഇത് ചില ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. ചില സമയത്ത് അരമണിക്കൂറിൽ പൊന്തും, അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എടുക്കും. പൊന്തിയതിന് ശേഷം നമുക്കിനി നോക്കാം. മാവ് നല്ലോണം പൊന്തി കിട്ടിയിട്ട പൊന്തുക തന്നെ ഇങ്ങനെ നല്ലോണം പതഞ്ഞ് പൊന്തണം, ഇതാണ് ഇട്ടാണ്. പക്ഷെ പുളിച്ചു പോകരുത് മാവ്. ആ ഒരു പാകത്തിന് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മിക്സ് റെഡിയാക്കണം. അത് റെഡിയാക്കാൻ മാറ്റി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം, 4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, എരിവനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂട്ടാ. 4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല. ഇതിലിപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കണില്ല, നമ്മൾ ഓൾറെഡി മാവിൽ കറക്റ്റായിട്ടാണ് ഉപ്പ് ഇട്ടേക്കണേ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് വെള്ളം ചേർക്കാണ്ട് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത മിക്സ് നമുക്ക് മാവിൽ ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റാണോ നോക്കണം കേട്ടോ. മാവിൻ്റെ പാകം ഇതാണ് കേട്ടോ, കറക്റ്റ് ദോശമാവിൻ്റെ പാകം. വെള്ളം കൂടും വേണ്ട കുറയും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടാം. പാൻ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചുവന്ന മുളക് ചെറുതായിട്ട് കീറിയിട്ടുണ്ട്, കുറച്ച് വേപ്പില. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാവിലേക്ക് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തേക്കണേ. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണ പോലെ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി നമുക്ക് 1/4 ഭാഗം മാവ് ഒഴിച്ചു കൊടുക്കാം. എപ്പം മാവ് ഒഴിക്കുമ്പോൾ ഫസ്റ്റ് സൈഡിൽ ഒഴിക്കുക കേട്ടോ, എന്നുവെച്ചാൽ ഗ്യാസിൽ നടുക്കുള്ള കുഴിയിൽ പെട്ടെന്ന് ഹീറ്റാവും. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു ഭാഗമായി ഉണ്ടാവും, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. മറിച്ചിടുമ്പോൾ അപ്പോൾ ഒന്ന് 2 സ്പൂണൊക്കെ വെച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം നമുക്ക് വേവിച്ചെടുക്കാം. അടിഭാഗം അതിണ്ടാവും, നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് ആവും കേട്ടോ, ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട. എണ്ണ കഴിയുകയാണെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇരുമ്പ് കല്ലായ കാരണമാണ് നമ്മൾ ഇങ്ങനെ എണ്ണ ചേർക്കേണ്ടി വരുന്നത്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത്ര പോലെ എണ്ണ ചേർക്കണ്ട. അതേപോലെ 1/4 ഭാഗം മാവ് ഒഴിക്കുന്നുണ്ട്. കുക്ക് ചെയ്യാം. ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. എത്ര സോഫ്റ്റാന്നുള്ളത് ഞാൻ തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയ്ക്കും സോഫ്റ്റ് ആട്ടോ ഈ അപ്പം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.